ചില ആളുകൾ തിന്മകൾ ധാരാളം ചെയ്യും, ഹറാമുകൾ പ്രവർത്തിക്കും. അവൻ പറയും അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹ് റഹീമാണ്, എനിക്ക് പുറത്ത് നൽകും. തിന്മകളിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ന്യായീകരണം മാത്രമായി നമ്മുടെ പ്രതീക്ഷയായിത്തീരാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നോക്കൂ, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്. ഇന്നല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വസിച്ചവർ, വഹാജറു, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തവർ, വീട് ഉപേക്ഷിച്ചിട്ടുണ്ട്, ചിലപ്പോൾ കുടുംബത്തെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്, സ്വത്ത് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഹിജ്റ പോയവർ, വജാഹദു ഫീ സബീലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അവർ ജിഹാദ് ചെയ്തിട്ടുണ്ട്. അവരുടെ സ്വത്തുകൊണ്ട്, അവരുടെ ശരീരം കൊണ്ട് അവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവരാണ് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർ. നോക്കൂ, നിങ്ങൾ വെറുതെയാണ് അവർ പ്രതീക്ഷ അർപ്പിച്ചത്. 3 കാര്യങ്ങൾ, യാ സുബ്ഹാനല്ലാഹ്, ഈ 3ഉം ഇബാദത്തുകളിൽ എത്ര വലിയ സ്ഥാനമുള്ളതാണ്. ഒന്നാമത്തേത് ഈമാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും മഹത്തരമായ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അതില്ല എങ്കിൽ ഒരു പ്രവർത്തനവും സ്വീകരിക്കില്ല. അതിനു മാത്രം വലിയ വിശ്വാസം അവനുണ്ട്. രണ്ടാമത്തേത്, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തവനാണ്. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവരാണ്. ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവരാണ് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷയുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മകൾ പ്രവർത്തിച്ചതിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ അർപ്പിക്കലാണ്. അല്ലാതെ തിന്മകളിൽ ജീവിക്കുകയും അഭിരമിക്കുകയും നന്മകൾ തീർത്തും അവഗണിക്കുകയും തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുക, അവസാനം അല്ലാഹ് ഇതൊക്കെ എനിക്ക് പുറത്തു നൽകും, എനിക്ക് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള അവസരം നൽകും എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, അത് തമന്നിയാണ്. തമന്നി എന്ന് പറഞ്ഞ് പകൽക്കിനാവ് കാണാം. ഒരു മനുഷ്യൻ ഉദാഹരണത്തിന് അയാൾ വിവാഹം കഴിച്ചിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകേണ്ട ഒരു കാര്യത്തിലേക്കും അയാൾ ഇറങ്ങിത്തിരിച്ചിട്ടില്ല. എന്നിട്ട് അയാൾ പറയാൻ അല്ലാഹ് എനിക്കൊരു കുഞ്ഞിനെ നൽകും എന്ന് പറഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്താണ്? ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, സമ്പാദിക്കാനുള്ള ഒരു മാർഗവും ഒരു കൈവിരൽ പോലും അതിനുവേണ്ടി അനക്കുന്നില്ല, എന്നിട്ട് അയാൾ പറയാം അല്ലാഹ് എനിക്ക് റിസ്ക് നൽകും. ഇത് പ്രതീക്ഷയാണോ? അല്ല, ഇത് വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷയുണ്ടാകുക തൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കിയവർക്ക് മാത്രമാണ്.